ഏഷ്യയിലെ സെക്കൻഡ് ബെസ്റ്റ് ടീം. നമ്മളെല്ലാവരും വിചാരിച്ചു അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലായിരിക്കും ഫൈനൽ കളിക്കുക. ഏറ്റവും നല്ലൊരു സൈഡ്, നല്ലൊരു സ്പിൻ സൈഡ്, നോക്കുവാണെങ്കിൽ തരക്കേടില്ലാത്ത ഒരു ബാറ്റിംഗ് സൈഡ് എന്തുകൊണ്ട് ഫൈനലിൽ കാണും നമ്മൾ വിചാരിച്ചു. എന്നാൽ ആദ്യത്തെ കളി ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തുന്നു, രണ്ടാമത്തെ കളി ബംഗ്ലാദേശിനോട് കൂടി പരാജയപ്പെടുന്നു, മൂന്നാമത്തെ കളി ഇന്ന് ശ്രീലങ്കയോട് കൂടി ദയനീയമായി പരാജയപ്പെട്ട് അഫ്ഗാനിസ്ഥാൻ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് എലിമിനേറ്റഡ് ആയിപ്പോയി. ഏഷ്യയിലെ സെക്കൻഡ് ബെസ്റ്റ് ടീം എന്ന് പറഞ്ഞവരെ ശ്രീലങ്കയും ബംഗ്ലാദേശും കൂടെ ചേർന്ന് തേച്ചൊട്ടിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ റാഷിദ് ഖാന്റെ വളരെ മോശം ക്യാപ്റ്റൻസി ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഡ്യൂ ഉള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ബാറ്റ് ചെയ്യുന്നതെന്ന് ഒരു പിടിയില്ല. അഫ്ഗാനിസ്ഥാന്റെ ബാറ്റിംഗ് ഫോം തന്നെ ആയിരിക്കാം മേ ബി അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത് റാഷിദ് ഖാനെ കൊണ്ട്. മേ ബി ചേസ് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളൊരു വിശ്വാസമായിരിക്കാം റാഷിദ് ഖാനെ കൊണ്ട് അങ്ങനെ പ്രേരിപ്പിച്ചത്. പക്ഷേ ഡ്യൂ ഉള്ള ഒരു സാഹചര്യത്തിൽ അബുദാബിയിലെ പിച്ച് നോക്കുവാണെങ്കിൽ അത്ര സ്ലോ ആയിട്ടുള്ളൊരു പിച്ചൊന്നും അല്ല. ഇന്നത്തെ പിച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെ സ്ലോ ആയിട്ട് തോന്നിയതേ ഇല്ല. ഒരു ഫ്ലാറ്റ് പിച്ചായിരുന്നു. എങ്ങനെ പോയാലും ഒരു 180 190 അടിക്കാൻ കഴിയുന്ന ഒരു പിച്ച് തന്നെയായിരുന്നു. ആ ഒരു പിച്ചിൽ പോയിട്ട് ഫസ്റ്റ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു, രണ്ടാമത് ബോൾ ചെയ്യാൻ വരുന്നു, 15 വൈഡാണ് എറിഞ്ഞത്. അത്രമാത്രം വെറ്റായിരുന്നു ബോളിനകത്ത് ഹ്യൂമിഡിറ്റി കാരണം. സോ അഫ്ഗാനിസ്ഥാൻ എടുത്ത തീരുമാനങ്ങളെല്ലാം മണ്ടത്തരമായിരുന്നു. റാഷിദ് ഖാന്റെ ഓരോ തീരുമാനവും, ഫസ്റ്റ് ഓഫ് ഓൾ ടീം സെലക്ഷൻ വളരെ റോങ് ആയിരുന്നു. കരീം ജന്നത്ത് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ടീമിൽ കളിക്കുന്നതെന്ന് റാഷിദ് ഖാൻ പറയണം. റാഷിദ് ഖാൻ പോകുന്ന എല്ലാ ലീഗിലും IPL GTയുടെ ഭാഗമാണ് കരീം ജന്നത്ത്. എവിടെയൊക്കെ ലീഗ് ഉണ്ടോ അവിടെയെല്ലാം കരീം ജന്നത്തിനെ കൊണ്ടുപോകുന്ന പരിപാടിയാണ് റാഷിദ് ഖാൻ ഉള്ളത്. കരീം ജന്നത്തിന് ഒരു 10 റൺസ് പോലും എടുക്കാൻ കഴിയുന്നില്ല. ആൾറെഡി നോക്കുവാണെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ ബാറ്റിംഗ് വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡിൽ കരീം ജന്നത്തിനെ നമ്പർ 3 പറഞ്ഞു വിടുന്നു. ഇബ്രാഹിം സർദാൻ നമ്പർ 3 കളിച്ചുകൊണ്ടിരുന്ന ആളെ നമ്പർ 4ലേക്ക് മാറ്റും. കരീം ജന്നത്ത് ബാറ്റ് ചെയ്യാൻ വന്നിട്ട് എന്താ സംഭവിച്ചത്? എത്ര റൺസ് എടുത്തു കരീം ജന്നത്ത്? 3 ബോളിൽ 1 റൺസാണ് കരീം ജന്നത്ത് എടുത്തത്. വിക്കറ്റും കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് കയറിപ്പോയി. സോ ടീം സെലക്ഷൻ വളരെ മോശമായിരുന്നു. ഇവിടെ ഒരു ഗുൽബദീൻ നബി എന്ന് പറഞ്ഞ ഒരാളെ ബെഞ്ചിൽ ഇരുത്തിയിട്ടുണ്ട്. മാച്ച് വിന്നറാണ്. ആസ്ട്രേലിയക്കെതിരെയൊക്കെ T20 നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു ഓൾറൗണ്ടറാണ്. അങ്ങനെ ഒരാളെ മാറ്റി നിർത്തിയിട്ടാണ് കരീം ജന്നത്തിനെ കൂട്ട് UAEക്കെതിരെ മാത്രമാണ് ഹയസ്റ്റ് സ്കോർ നേടിയേക്കുന്നത് 53 റൺസ്. അങ്ങനെ ഒരു പ്ലെയറെ ടീമിലോട്ട് ഇട്ടത് റാഷിദ് ഖാനാണ്. സോ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം, ഈ പെർഫോമൻസിന്റെ ഉത്തരവാദിത്വം റാഷിദ് ഖാൻ ഏറ്റെടുക്കണം. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാന്റെ ബാറ്റിംഗ്, ഈ പ്രാവശ്യം അവരെ തകർത്തത് അവരുടെ ബാറ്റിംഗ് തന്നെയാണ്. ഗുർബാസ് നോക്കുവാണെങ്കിൽ വളരെ മോശം ഫോം, IPL വളരെ മോശം ഫോമായിരുന്നു. KKRലാണ് കളിച്ചത്, വളരെ മോശം ഫോമായിരുന്നു. ആ ഒരു മോശം ഫോം ഗുർബാസ് ക്യാരി ചെയ്യുന്നു. അത്തൽ അവരൊരു ന്യൂ ടാലന്റ് ആണ്, എന്നാൽ വലിയൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ഇബ്രാഹിം സർദാൻ നോക്കുവാണെങ്കിൽ നല്ലൊരു പ്ലെയർ ആണ്, പക്ഷേ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. എന്നാൽ നോക്കുവാണെങ്കിൽ റാഷിദ് ഖാൻ ആയാലും നബി ആയാലും കളിച്ച കളിയിലൊക്കെ ഒരു ഭേദപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇവരൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയർ ആണ്. ഇവരെ നമ്പർ 3 നമ്പർ 4 കളിക്കാൻ വെക്കേണ്ടതിന് പകരം ഇവരെ നമ്പർ 6 നമ്പർ 7 ഇവർ കളിക്കുന്നത്. ഏറ്റവും അവസാനം വന്ന ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് പോകുന്നു. നോക്കുവാണെങ്കിൽ മേളിൽ നിന്ന് ബാറ്റിംഗ് കൊളാപ്സ് ആയിട്ട് വരുന്നു. സോ ഇവർ അവസാനം വന്നിട്ട് ചെറിയൊരു ക്യാമിയോ ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു. ഇന്ന് നബി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. നബിയെയും റാഷിദ് ഖാനൊക്കെ അല്പം കൂടെ മുമ്പേ ഒരു 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ ഒക്കെ കളിച്ചിരുന്നെങ്കിൽ മേ ബി റിസൾട്ട് മറ്റൊന്നായിപ്പോൾ. മുഹമ്മദ് നബിയുടെ ബാറ്റിംഗ് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്നാ സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു. വെല്ലാലകയെ 5 സിക്സ് അടിച്ചത്. നോക്കുവാണെങ്കിൽ 17ാമത്തെ ഓവറിലാണ് റാഷിദ് ഖാൻ ഔട്ട് ആവുന്നത്. അവിടെ സ്കോർ നോക്കുവാണെങ്കിൽ 114-ൽ 7. എന്നാൽ 19ാമത്തെ ഓവറും 20ാമത്തെ ഓവറും ലാസ്റ്റ് 2 ഓവറിൽ മുഹമ്മദ് നബി അടിച്ചത് 46 റൺസാണ്. നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഒരു ഭേദപ്പെട്ട ഒരു സ്കോർ, ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്കോർ. 150 മേലോട്ടുള്ള ഏത് സ്കോറും അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഫൈറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ സ്പിന്നർമാർക്കായാലും അവർ ഫാസ്റ്റ് ബോളർമാർക്കായാലും സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓവർ തന്നെയായിരുന്നു. പക്ഷേ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ അവരുടെ സ്പിന്നർമാർക്കും ഫാസ്റ്റ് ബോളർമാർക്കും ഈ പ്രാവശ്യം കഴിഞ്ഞില്ല. എന്നാൽ ബോളർമാരിലോട്ട് വരുവാണെങ്കിൽ വളരെ ദയനീയമായ ഒരു പെർഫോമൻസ് ആയിരുന്നു ഇന്ന് ബോളിംഗ് സൈഡ് നോക്കുവാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ. 3 ബോളർമാരുടെ എക്കണോമി നോക്കുവാണെങ്കിൽ 12-ന് മേളിലായിരുന്നു. 3 പേരുടെ, നൂർ അഹമ്മദ്, മുജീബ് റഹ്മാൻ, ഫസൽ ഫറൂഖി, ഇവരുടെ 3 പേരുടെയും എക്കണോമി നോക്കുവാണെങ്കിൽ 12-ന് മേളിലായിരുന്നു. ഏകദേശം 15 വൈഡാണ് ഇന്ന് വഴങ്ങിയത് അഫ്ഗാനിസ്ഥാൻ. ക്യാച്ച് കൊണ്ട് കളയുന്നു. ഫീൽഡിങ് വളരെ മോശമായിരുന്നു. അർഹിച്ച 2 ടീം തന്നെയാണ് സൂപ്പർ ഫോറിലോട്ട് കയറിയത്. ബംഗ്ലാദേശ് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. ശ്രീലങ്ക അതിലും നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. കളിച്ച 3 കളിയിലും ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് ശ്രീലങ്ക വരുന്നത്. ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും ഫീൽഡിങ്ങിലായാലും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. 18ാമത്തെ ഓവർ വരെ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. എന്നാൽ 2 ഓവറിൽ അവരൊരു മിസ്റ്റേക്ക് ആവർത്തിച്ചു. എന്നാൽ അവരുടെ ബാറ്റ്സ്മാൻമാർ ടീമിനെ വിജയിപ്പിച്ചു. 19ാമത്തെ ഓവർ ചമീര ബോൾ ചെയ്യാൻ വരുന്നു, അവിടെ റൺസ് കടങ്ങുന്നു. 20ാമത്തെ ഓവറിൽ സത്യം പറഞ്ഞ ഒരു ഗാംബ്ലിംഗ് തന്നെയായിരുന്നു അവരുടെ ക്യാപ്റ്റൻ തിരഞ്ഞെടുത്തത്, അസലങ്ക. വളരെ മോശമായൊരു തീരുമാനമായിരുന്നു. നുമാൻ തുഷാര തന്നെയായിരുന്നു അവസാനത്തെ ഓവർ എറിയിക്കേണ്ടത്. 17ാമത്തെ ഓവർ നുമാൻ തുഷാരയ്ക്ക് കൊടുക്കുന്നു. അവസാനത്തെ ഓവർ
വെല്ലാലകയ്ക്ക് കൊടുക്കുന്നു. 5 സിക്സ് അവിടെ വഴങ്ങിയത്. ഒരു നോ ബോൾ എറിഞ്ഞു. ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ റൈറ്റ് ഹാൻഡർക്കെതിരെ, അതും മുഹമ്മദ് നബിയെ കൂട്ടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയർക്കെതിരെ അവിടെ ബോൾ ചെയ്യാൻ വന്നത് വളരെ ദയനീയമായ ഒരു തീരുമാനമായിരുന്നു. പക്ഷേ ശ്രീലങ്കയുടെ ബാറ്റ്സ്മാൻമാർ രക്ഷിച്ചു. അവിടെ എടുത്തു പറയേണ്ടത് നുവാൻ തുഷാരയുടെ ബോളിംഗ് ആയിരുന്നു. എന്നാ സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. 4 വിക്കറ്റ് എടുത്തത്. 4 ഓവറിൽ 18 റൺസ് വേണമെങ്കിൽ 4 വിക്കറ്റ് എടുക്കുന്നു. എക്കണോമി പരിശോധിക്കുകയാണെങ്കിൽ 4.50. മനോഹരമായിട്ട് സ്ലോ ബോൾ എറിയാൻ കഴിയാവുന്ന ഒരു ബോളർ, യോക്കർ എറിയാൻ കഴിയാവുന്ന ഒരു ബോളർ, സൈഡ് വേസ് മൂവ്മെന്റ് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ബോളർ, സൂപ്പർ ഒരു ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ കുഷാൽ മെൻഡിസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയണം. ആ ഒരു റൺ ചേസിനെ എളുപ്പമാക്കി കൊടുത്തു കുഷാൽ മെൻഡിസ്. ഒത്തിരി നാളായി കുഷാൽ മെൻഡിസിൻ്റെ ഇങ്ങനെ ഒരു പ്രകടനം നമ്മൾ കണ്ടിട്ട്. 52 ബോളിൽ നിന്ന് 70 റൺസ് എടുക്കുന്നു. 10 4 അടിച്ചത്. ഏകദേശം 142 സ്ട്രൈക്ക് റേറ്റിൽ വന്ന് മനോഹരമായൊരു ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു. ശ്രീലങ്കയെ വിജയിപ്പിക്കാൻ അവസാനം വരെ ക്രീസിൽ നിൽക്കുന്നു. മനോഹരമായ ബാറ്റിംഗ്. ശ്രീലങ്ക നോക്കുകയാണെങ്കിൽ 18 ഓവറിൽ 170 എന്ന് പറഞ്ഞ ടാർഗറ്റ് ചേസ് ചെയ്തു. നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. നോക്കുകയാണെങ്കിൽ ഒരു ടഫ് ടീം തന്നെയാണ് ശ്രീലങ്ക. അത് ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും. സ്പിന്നാണെങ്കിൽ സ്പിൻ അവരുടെ കയ്യിലുണ്ട്. ഫാസ്റ്റ് ബോളിംഗ് നോക്കുവാണെങ്കിൽ വളരെ സ്ട്രോങ്. സോ എനിക്ക് തോന്നുന്നു ശ്രീലങ്ക ഒരു വെല്ലുവിളി തന്നെ ആയിരിക്കും ഇന്ത്യക്കെതിരെ. നല്ലൊരു ഫൈറ്റ് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ശ്രീലങ്ക.